ത്രിവേണി ടൂർസ് ആൻഡ് ട്രാവൽസ് പാലക്കാട് സംഘടിപ്പിക്കുന്ന 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഗണ്ടിക്കോട്ട യാത്രയ്ക്ക് വേണ്ടിയാണ് സഹയാത്രികർക്കൊപ്പം ഞാനും ഏതാണ്ട് 14 മണിക്കൂർ നീണ്ട ട്രെയിൻ യാത്രയ്ക്കൊടുവിൽ പാലക്കാട് നിന്നും ആന്ധ്രാപ്രദേശിലുള്ള അനന്തപൂർ ജില്ലയിലെ താടിപ്പത്രി എന്ന ഈ കൊച്ചു റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. രാവിലെ 8 മണിയോടുകൂടി താടിപ്പത്രിയിൽ എത്തിച്ചേർന്നതുകൊണ്ട് തന്നെ നല്ല ഉറക്കക്ഷീണവും ഉറക്കച്ചടവുമുണ്ട്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമുക്കായി ഒരുക്കി ഇട്ടിരുന്ന ബെൻസ് ബസ്സിൽ സഹയാത്രികർക്കൊപ്പം ഞാനും ഇപ്പോൾ ഹോട്ടൽ YLN ഗ്രാൻഡ് എന്ന മനോഹരമായ നല്ല ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. താടിപ്പത്രി ഒരു ചെറിയ ടൗൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ഹോട്ടലുകൾ അത്രയേറെ സുലഭമായി ലഭ്യമല്ല. എങ്കിലും നമുക്കായി നമ്മുടെ ടൂർ കമ്പനി ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത് YLN ഗ്രാൻഡ് എന്ന ഏറ്റവും പുതിയതും മനോഹരവും ഒത്തിരിയേറെ സൗകര്യങ്ങളും സവിശേഷതകളും ഉള്ള ഒരു നല്ല ഹോട്ടൽ തന്നെയാണ്. എല്ലാവർക്കുമൊപ്പം ഞാനും എൻ്റെ റൂം അലോട്ട്മെൻറ്റിന് വേണ്ടി റിസപ്ഷനിൽ കാത്തിരിക്കുമ്പോൾ എനിക്കും നല്ലൊരു റൂം തന്നെയാണ് ലഭിച്ചത്. അങ്ങനെ റിസപ്ഷനിൽ നിന്നും കീയൊക്കെ വാങ്ങി റൂമിൽ പോയി ഫ്രഷപ്പായതിനു ശേഷം ഇപ്പോൾ ഈ താടിപ്പത്രിയിൽ നിന്നും ഏതാണ്ട് 50 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന കോട്ടകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഊട്ടി ഫോർട്ട് കാണാൻ വേണ്ടിയാണ് സഹയാത്രികർക്കൊപ്പം ഇപ്പോൾ നാം ഈ കോട്ടയുടെ വാതിക്കൽ എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ ബൃഹത്തും മനോഹരവുമായ ഒരു കോട്ടയാണ് ഊട്ടി ഫോർട്ട്. കല്ലുകളിൽ കൊത്തിയെടുത്ത പഴയകാല ശാസനങ്ങൾ പ്രകാരം ഊട്ടി കോട്ടയെ കോട്ടകളുടെ രാജാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 680 അടി ഉയരത്തിൽ ഒരു ശംഖിൻ്റെ ആകൃതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. 15 ചെറിയ കോട്ടകൾ ചേർന്ന ഒരു വലിയ കോട്ട സമുച്ചയമാണിത്. ഓരോന്നിനും അതിൻ്റേതായ പ്രവേശന കവാടങ്ങളുമുണ്ട്. ഇങ്ങനെ ഈ കോട്ടയുടെ പ്രവേശന കവാടം കടന്ന് സഹയാത്രികർക്കൊപ്പം ഞാനും കോട്ടയുടെ പ്രധാന ഭാഗത്തേക്ക് നടന്നു നീങ്ങുമ്പോൾ നമ്മെ എതിരേൽക്കാൻ എന്നവണ്ണം എത്തിയ ചെറിയ മഴകൾ ഉണ്ടാക്കിയെങ്കിലും ആ ചെറിയ മഴയൊക്കെ നനഞ്ഞ് കൊടയൊക്കെ ചൂടി സഹയാത്രികർക്കൊപ്പം ഞാനും കോട്ടയെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഒത്തിരിയേറെ ചരിത്രമുള്ള ഒരു മനോഹരമായ കോട്ടയാണ് ഈ ഊട്ടി ഫോർട്ട്. പ്രധാന കവാടത്തിൽ നിന്നും ഈ കോട്ടയുടെ പ്രധാന ഭാഗത്തേക്ക് എത്തിച്ചേരണമെങ്കിൽ ഇരുവശത്തും തിങ്ങി നിറഞ്ഞിരിക്കുന്ന റെസിഡൻഷ്യൽ വീടുകൾക്ക് മുന്നിലൂടെ നടന്നു വേണം നാം ഈ കോട്ടയിലേക്ക് എത്തിച്ചേരാൻ. ആന്ധ്രാപ്രദേശിൻ്റെ തനതായ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന കൊച്ചു കൊച്ചു വീടുകൾ. റോഡ് നന്നായി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വൃത്തി തീരെ കുറവാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഈ ഇവിടുത്തെ ആൾക്കാരുടെ സംസ്കാരവും ഒക്കെ ആകാം ഇത് പ്രതിഫലിപ്പിക്കുന്നത്. ഏതായാലും ഈ കോൺക്രീറ്റ് റോഡിലൂടെ സഹയാത്രികർക്കൊപ്പം മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരുടെ ജനജീവിതമാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. എങ്ങും അലസരായിരിക്കുന്ന ജനങ്ങളെയാണ് നാം കാണുന്നത്. അത്രയേറെ സമ്പന്നമല്ലാത്ത സാഹചര്യങ്ങളും വൃത്തിയില്ലാത്ത പരിസരങ്ങളും അഴുക്കുചാൽ ഒഴുകുന്ന ഓടകളും ഒക്കെയാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. ഇങ്ങനെയുള്ള ഈ കോൺക്രീറ്റ് റോഡിലൂടെ നാം മുന്നോട്ട് നടക്കുമ്പോൾ ഈ ഊട്ടിക്കോട്ടയുടെ ചരിത്രമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. കൃഷ്ണദേവരായരുടെ കാലത്ത് ഈ കോട്ട കൂടുതൽ ശക്തിപ്പെട്ടു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം
18-ാം നൂറ്റാണ്ടിൽ മറാത്ത ജനറലായ മുറാറി റാവു ഘോർപടെ ഇത് തൻ്റെ സ്ഥിര താമസമാക്കുകയും കോട്ട പുതുക്കി പണിയുകയും ചെയ്തു എന്നതാണ് ഇതിൻ്റെ ചരിത്രം. അതിനുശേഷം 1775 മൈസൂർ ഭരണാധികാരിയായ ഹൈദർ അലി ഈ കോട്ട മാസങ്ങളോളം വളഞ്ഞുവെച്ചു. ഒടുവിൽ കോട്ടയ്ക്കുള്ളിലെ കുടിവെള്ളം തീർന്നതിനെ തുടർന്ന് മറാത്ത സൈന്യത്തിന് ഹൈദരാലിയുടെ മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നു. അതിനുശേഷമാണ് ഈ കോട്ട ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാകുന്നത്. പിന്നീട് ഈ കോട്ട ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനത്തിലുമായി. കോട്ടയ്ക്കുള്ളിൽ ഒത്തിരിയേറെ മഹാ അത്ഭുതങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുറാരി റാവുവിൻ്റെ ഇരിപ്പിടം ആണ്. കോട്ടയുടെ ഏറ്റവും മുകളിലെ ഒരു മലഞ്ചെരുവിൽ മിനുസപ്പെടുത്തിയ ചുണ്ണാമ്പ് കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ മണ്ഡപമുണ്ട്. മറാത്ത ഭരണാധികാരിയായ മുറാരി റാവു ഇവിടെ ഇരുന്ന് ചെസ് കളിക്കാറുണ്ടായിരുന്നു എന്നാണ് കഥ. ഇവിടെ നിന്നാൽ താഴെയുള്ള ടൗണിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാനാവുന്നതാണ്. കോട്ടയിലേക്കുള്ള വഴികൾ കല്ല് പാകി വളരെ സൗകര്യപ്രദമാക്കിയതാണ് നമുക്ക് നടക്കാനായി. നൂറ്റാണ്ടുകൾ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ഒക്കെ പാദസ്പർശമേറ്റ് അനുഗ്രഹീതമായ ഈ പാതകളിലൂടെ നാം കോട്ടയുടെ പ്രധാന കവാടത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് നടക്കുകയാണ്. നാം കോട്ട കയറുമ്പോൾ നമുക്ക് താഴെയുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. കോട്ട കയറി നാം മുകളിലേക്ക് ചെല്ലുമ്പോൾ വലതുവശത്തും ഇടത് വശത്തുമായി നമുക്ക് മസ്ജിദ് അതോടൊപ്പം ഖബറിസ്ഥാനവും കാണാൻ സാധിക്കുന്നതാണ്. പുതിയ കാലത്തെ നിർമ്മിതിയാണോ അതെയോ കോട്ടയോടനുബന്ധിച്ച് പഴയ കാലത്ത് തന്നെ നിർമ്മിതമായ മസ്ജിദും ഖബറിസ്ഥാനവുമാണോ എന്ന കാര്യത്തിൽ എനിക്ക് നിശ്ചയമില്ല. ഏതായാലും ഈ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഏതാണ്ട് 680 അടി ഉയരത്തിലേക്ക് നാം നടന്നു നീങ്ങുകയാണ്. അല്പം ബുദ്ധിമുട്ടോടുകൂടിയാണ് നാം മുകളിലേക്ക് കയറുന്നതെങ്കിലും മുകളിലത്തെ കാഴ്ചകൾ അതിമനോഹരമാണ് എന്നതുകൊണ്ട് തന്നെ ആ ബുദ്ധിമുട്ടുകളെല്ലാം വിസ്മരിച്ചുകൊണ്ട് നാം കോട്ടയുടെ മുകളിലേക്ക് കയറുകയാണ്. ഒന്ന് വിശ്രമിക്കാനായി കോട്ടയുടെ ഒരു ഭാഗത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കോട്ടയുടെ താഴെ ഈ നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇന്ന് മേഘാവൃതമായ അന്തരീക്ഷമായതുകൊണ്ട് കാഴ്ചകൾ അത്ര ഭംഗിയുള്ളതായി നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ദുഃഖകരമായ ഒരു സംഗതി. മൂടിയ കാലാവസ്ഥയായതുകൊണ്ടും മഴ വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ടും എത്രയും പെട്ടെന്ന് ഈ കോട്ടകളിലെ മനോഹരമായ അത്ഭുത കാഴ്ചകൾ കാണണം എന്ന തിടുക്കത്തോടുകൂടി നാം കോട്ടയ്ക്ക് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊപ്പമുള്ള സഹയാത്രികരിൽ പലരും ഏതാണ്ട് പാതി വഴിയോടെ കോട്ടയുടെ മുകളിലേക്ക് കയറാനുള്ള തങ്ങളുടെ ഉദ്യമത്തിൽ നിന്നും പിന്മാറുകയുണ്ടായി. കാരണം അത്രയേറെ കുത്തനെയുള്ള കയറ്റമാണ് നാം ഈ 680 അടി ഉയരത്തിലേക്ക് കയറാനുള്ളത്. എന്നാലും പ്രായത്തെ വകവയ്ക്കാതെ നമ്മുടെ സഹയാത്രികരിൽ ഒരു ചെറിയ ടീം നമുക്ക് മുമ്പേ കോട്ടയുടെ മുകളിലേക്ക് നടക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും സമാധാനകരമായ ഒരു കാര്യം. അങ്ങനെ അവർക്കൊപ്പം എത്താനും കോട്ടയുടെ മുകളിലെത്തി അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ചിത്രീകരിക്കാനുമുള്ള ആവേശം കൊണ്ട് ഞാനും കോട്ടയുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കോട്ടയുടെ മുകളിലേക്ക് നാം കയറുന്തോറും പ്രകൃതിയുടെ അതിരമണീയമായ കാഴ്ചകളാണ് നമുക്ക് കോട്ടയുടെ ചുറ്റും ഒപ്പം കോട്ടയുടെ താഴെയും കാണാൻ സാധിക്കുക. ഇങ്ങനെ കോട്ടയിലേക്കുള്ള ദുർഘടമായ പാതയിലൂടെ നാം മുന്നോട്ട് നീങ്ങുമ്പോൾ ഇവിടെയുള്ള അനേകം മനോഹരമായ അത്ഭുതകരമായ കാഴ്ചകളാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുക. ഇവിടെ വളരെ വിപുലമായ ജലസംരക്ഷണ രീതികൾ
ഇവർ ആവിഷ്കരിച്ചിരുന്നു. കഠിനമായ പാറക്കെട്ടുകൾ നിറഞ്ഞ മലമുകളിലും മഴവെള്ളം സംഭരിക്കാനുള്ള അത്ഭുതകരമായ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. കോട്ടയ്ക്കുള്ളിൽ ഏകദേശം 108 കിണറുകളും വലിയ ജലാശയങ്ങളും നമുക്ക് ഇന്നും കാണാൻ സാധിക്കും. കോട്ടയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന തകർന്ന നിലയിലുള്ള ഒരു ക്ഷേത്രമാണ് ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രം. അത് ഇവിടുത്തെ ഏറ്റവും പഴക്കമേറിയ നിർമ്മിതിയാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഇതോടൊപ്പം ഒരു ദർഗയും കോട്ടയ്ക്കുള്ളിലുണ്ട് എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുക. ഇന്ന് ഈ മനോഹരമായ കോട്ടയും ഇതിൻ്റെ സംരക്ഷണവും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സംരക്ഷിത സ്മാരകമായിട്ടാണ് ഗൂട്ടിക്കോട്ട നിലനിന്നു വരുന്നത്. ചരിത്രത്തോടും ട്രെക്കിങ്ങിനോടും താല്പര്യമുള്ളവർക്ക് ഒരുപോലെ പ്രിയപ്പെട്ട ഒരിടമാണ് ഈ താടിപ്പത്രിയുടെ ഏതാണ്ട് 50 കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഗൂട്ടിക്കോട്ടയും അതിലേക്കുള്ള നമ്മുടെ പ്രയാണവും. മനോഹരമായ കാഴ്ചകൾ ആണെങ്കിൽ കൂടി ഏതാണ്ട് 680 അടി ഉയരത്തിലേക്ക് നടന്ന് കയറുക, അതും കുത്തനെയുള്ള കയറ്റം നടന്ന് കയറുക എന്നത് അല്പം കഠിനമായ ഒരു സംഗതിയാണെങ്കിലും ഈ മനോഹരമായ ചരിത്രമുറങ്ങുന്ന കോട്ടയും അതിലെ മനോഹരമായ കാഴ്ചകളും ഒക്കെ ഈ കഠിനമായ പാതകൾ താണ്ടി കോട്ടയുടെ മുകളിലേക്ക് എത്താൻ നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുർഘടമായ കോട്ടയാണെങ്കിലും ഈ കോട്ടയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകളും ഈ കോട്ടയടങ്ങുന്ന മറ്റ് കുന്നുകൾ നമുക്ക് നൽകുന്ന അതിമനോഹരമായ കാഴ്ചകളും ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്ന പ്രകൃതിയുടെ ഭംഗിയും കോട്ടയുടെ പ്രാബല്യവും ബലിഷ്ഠതയും ഒക്കെ നമ്മെ കോട്ടയുടെ മുകളിലേക്ക് കയറാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അതിമനോഹരമായ ഈ കോട്ടയുടെ സൗന്ദര്യം കണ്ടുകൊണ്ടും ഇതിൻ്റെ ചരിത്രം ഓർത്തുകൊണ്ടും ഈ കഠിനമായ പാതകൾ പിന്നിട്ട് സഹയാത്രികർക്കൊപ്പം ഞാനും ഈ കോട്ടയുടെ മനോഹരമായ കാഴ്ചകളിലേക്ക് നടന്നു നീങ്ങുകയാണ്. വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച അതിബലിഷ്ഠമായ ഒരു കോട്ടയാണ് ഈ ഗൂട്ടി ഫോർട്ട്. മാസങ്ങളോളം ഇവിടെ സൈനികർക്കും അതുപോലെ തന്നെ ഭരണാധികാരികൾക്കും സുരക്ഷിതമായി കഴിയാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ കോട്ടയ്ക്കുള്ളിൽ ഒരുക്കിയിരുന്നു എന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അത് കുടിവെള്ളമായാലും ഭക്ഷണ സാമഗ്രികളായാലും വെടിക്കോപ്പുകളായാലും ഒപ്പം മറ്റ് സൗകര്യങ്ങളായാലും ഒക്കെ ഈ കോട്ടയ്ക്കുള്ളിൽ ഭദ്രമായി ഇവർ കരുതിയിരുന്നു. അങ്ങനെ ഏത് ഒരു സൈന്യത്തിനും അത്ര സുലഭമായി കടന്നെത്താൻ പറ്റാത്ത, കീഴടക്കാൻ പറ്റാത്ത ബലിഷ്ഠമായ ശക്തമായ ഒരു കോട്ടയായിരുന്നു ഈ ഗൂട്ടി കോട്ട. അതുകൊണ്ട് തന്നെ പല രാജവംശങ്ങളും ഈ ഗൂട്ടി കോട്ടയെ കീഴടക്കാനും ഇവിടം പിടിച്ചടക്കാനും തങ്ങളുടെ ഭരണ സ്ഥിരാകേന്ദ്രമായി ഇതിനെ മാറ്റാനും പല യുദ്ധങ്ങളിലും ഏർപ്പെട്ടു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഏതൊരു ശക്തമായ സൈന്യത്തിനു മുന്നിലും കരുത്തോടെ പിടിച്ചു നിൽക്കുകയും ഈ കോട്ടയ്ക്കെതിരായി പട നയിച്ചു വന്ന പടയാളികളെയും സൈന്യാധിപരെയും പിന്തിരിച്ച് ഓടിപ്പിക്കുകയും ചെയ്ത ചരിത്രമാണ് ഈ കോട്ടയ്ക്കുള്ളത്. എങ്കിൽ കൂടി മാസങ്ങൾ നീണ്ട ഉപരോധത്തിനൊടുവിൽ അവസാനം മറാത്ത സൈനികർക്ക് ഹൈദരാലിയുടെ മുൻപിൽ ഈ കോട്ടയുടെ ഭരണം ഏൽപ്പിക്കേണ്ടി വന്നു. മറാത്ത സൈന്യം ഹൈദരാലിയുടെ മുമ്പിൽ കീഴടങ്ങുകയും അങ്ങനെ ഈ കോട്ട ഹൈദരാലിയുടെ കൈവശമാകുകയും ചെയ്തു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അത്രയേറെ ബലിഷ്ഠമായ കോട്ടയും അതിലെ സംവിധാനങ്ങളും ഉണ്ടായിരുന്ന ഒരു കോട്ടയായിട്ടും ജലദൗർലഭ്യം മൂലമാണ് മറാത്ത സൈന്യത്തിന് ഹൈദരാലിയുടെ മുമ്പിൽ മാസങ്ങൾ നീണ്ട ഉപരോധത്തിന് ശേഷം കീഴടങ്ങേണ്ടി വന്നത്.
അത്രയേറെ ചരിത്ര പ്രാധാന്യമുള്ള, അത്രയേറെ ചരിത്രമുറങ്ങുന്ന, അത്രയേറെ ചരിത്രമുള്ള ഒരു കോട്ടയാണ് ഈ ഗൂട്ടി കോട്ട. ഇവിടുത്തെ ഓരോ നിർമ്മിതിയും അതിബൃഹത്തും അതികഠിനവും അതുപോലെ തന്നെ അതിബലിഷ്ഠവുമാണ് എന്ന് നമുക്ക് ഇതിലൂടെ സഞ്ചരിച്ച്, ഇതിലൂടെ നടന്ന്, ഇതിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ട്, ഇതിൻ്റെ ചരിത്രം ഓർത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്കറിയാൻ സാധിക്കുക. വളരെ തന്ത്രപ്രധാനമായ ഒരു ശൃംഗത്തിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. കാരണം ഇതിലെ കടന്നു പോകുന്ന വർത്തക സംഘങ്ങളെ നിരീക്ഷിക്കാനും ഈ കോട്ടയെയും ഈ രാജ്യത്തെയും ലക്ഷ്യമാക്കി വരുന്ന ശത്രു സൈന്യത്തെ ദൂരെ നിന്ന് തന്നെ വീക്ഷിച്ച് അവർക്കെതിരായ പ്രതിരോധ തന്ത്രങ്ങൾ രൂപപ്പെടുത്താനും ശത്രുക്കളെ ആക്രമിക്കാനും ഒക്കെയുള്ള വളരെ തന്ത്രപരമായ ഒരിടത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഈ കോട്ടയെ ഏറ്റവും ചരിത്രപരമായി പ്രാധാന്യമുള്ളതാക്കുന്നത്. നടന്ന് ഏതാണ്ട് കോട്ടയുടെ മധ്യഭാഗത്ത് എത്തുകയും അവിടെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ നിർമ്മിതികളും മറ്റും കാണുകയും ഒപ്പം അവിടെ നിന്നും ഈ ഗൂട്ടി എന്ന സ്ഥലത്തിൻ്റെ മനോഹരമായ താഴ്വര കാഴ്ചകൾ കണ്ടുകൊണ്ടും ഒക്കെ നടക്കുമ്പോൾ ഇതിൻ്റെ ബൃഹത്തായ നിർമ്മിതിയാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. ഇവിടെ നടന്നെത്താനുള്ള ബുദ്ധിമുട്ടാണ്. ഇത്ര വലിയ കല്ലുകളും പാറക്കെട്ടുകളും ഒക്കെ ഇവിടെ എങ്ങനെ എത്തിച്ചു എന്നും ഇത്ര ബൃഹത്തായ ഒരു നിർമ്മിതി ഇവിടെ നടത്തി എന്നും നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. ഒത്തിരിയേറെ നിർമ്മിതികളാണ് ഈ ഭാഗത്തായി നമുക്ക് കാണാൻ സാധിക്കുക. ചുറ്റും മതിൽക്കെട്ടുകളും അകത്ത് അതിന് അനുയോജ്യമായ ഒരു കോട്ടയ്ക്ക് വേണ്ട ധാരാളം മറ്റ് സൗകര്യങ്ങളും ഒരുക്കുന്ന നിർമ്മിതികളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഈ നിർമ്മിതികളൊക്കെ കണ്ടുകൊണ്ട് നാം ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ അടുത്ത ലക്ഷ്യം ഈ മലയുടെ ഏറ്റവും ശൃംഗത്തിലായി സ്ഥിതി ചെയ്യുന്ന മലയുടെ ഈ കോട്ടയുടെ മറ്റൊരു ഭാഗത്തേക്ക് നടന്നെത്തുക എന്നതാണ്. ഒപ്പം സഞ്ചരിച്ചിരുന്ന സഹയാത്രികൾ പലരും തങ്ങളുടെ യാത്ര ഇവിടം കൊണ്ട് അവസാനിപ്പിച്ച് തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ്. ഏതായാലും ഇവിടെ വരെ എത്തിയതല്ലേ, മുകളിലേക്കുള്ള എൻ്റെ യാത്ര ഞാൻ തുടരുകയാണ്.